നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 22-ന് പ്രഖ്യാപിച്ചിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. തീരുമാനം ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ പോലീസ് വെരിഫിക്കേഷൻ കർശനമായി തുടരുമെന്ന് മന്ത്രി. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് മുനമ്പം സമരസമിതി. കളക്ടറേറ്റിന് മുന്നിൽ ധർണയും റാലിയും. CN രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന പ്രതിഷേധക്കാർ. ആലുവയിൽ ഭാര്യ വീട്ടിൽ യുവാവിന്റെ അതിക്രമം. ഭാര്യ മാതാവ്, ഭാര്യ സഹോദരി എന്നിവരെ ചുറ്റിക കൊണ്ട് ആക്രമിച്ചു. പ്രതി ലഹരിക്കടിമയെന്ന് പോലീസ്. ന്യൂസ് 18 ഇംപാക്ട്. കുട്ടികളെ ഉപയോഗിച്ച് ഭിക്ഷാടനത്തിൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ശിശുക്ഷേമ സമിതി. നിയമം മൂലം നിരോധിച്ചിട്ടും തലസ്ഥാനത്ത് ഭിക്ഷാടനം വ്യാപകം. ട്രാഫിക് സിഗ്നലുകൾ കേന്ദ്രീകരിച്ച് അപകടകരമായ രീതിയിൽ ഭിക്ഷാടനം. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. 21 വരെ ഭക്തർക്ക് ദർശനം. നിറപുത്തരിക്കായി ജൂലൈ 29-ന് വീണ്ടും നട തുറക്കും. കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിലേക്ക് ഓരുജലം കടക്കാതിരിക്കാൻ ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടറുകൾ അടച്ചിടും. കരിമണൽ ഖനനം. KMML-നെതിരെ പ്രതിഷേധം ശക്തം. സീ വാഷിംഗ് നടക്കുന്നത് അതീവ പരിസ്ഥിതി ദുർബല പ്രദേശത്ത്. ദൃശ്യങ്ങൾ ന്യൂസ് 18. പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് ദുരിതം. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. കോളേജിന് നഴ്സിംഗ് കൌൺസിലിന്റെ അംഗീകാരമില്ലെന്നും ആരോപണം. വിശദമായ വാർത്തയിലേക്ക്. ഈ മാസം 22-ന് നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. വിദ്യാർത്ഥി കൺസെഷൻ വിഷയത്തിൽ അടുത്തയാഴ്ച വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തും. ഗതാഗത മന്ത്രിയുമായി സ്വകാര്യ ബസ് ഉടമകൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് സുധാകരനാണ് ചേരുന്നത്. സാരംഗ്, എന്തായാലും പണിമുടക്ക് പിൻവലിച്ചിരിക്കുന്നു. ഇതിനുശേഷം മന്ത്രി സംസാരിച്ചിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് വന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സമരാനുകൂലികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും പരിഹാരം, 99% കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഈ ചർച്ചയിൽ ധാരണ ഉണ്ടായെന്നാണ് മന്ത്രി നമ്മോട് പങ്കുവച്ചത്. മാത്രമല്ല, ഈ വിദ്യാർത്ഥികളുടെ കൺസെഷൻ രൂപ വർദ്ധിപ്പിക്കാനുള്ള ഒരു ആവശ്യമായിരുന്നു ബസ് ഉടമകളുടെ സംഘടന മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം. അത്തരത്തിലുള്ള ഒരു ആവശ്യത്തിന് നേരെ മുഖം തിരിക്കുന്നില്ല. പക്ഷെ അത് ന്യായമായ ഒരു ആവശ്യമാണ് എന്ന രീതിയിലാണ് മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഒറ്റയടിക്ക് അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതിന് പകരം 2 ആഴ്ചക്കുള്ളിൽ ഈ ഒരു വിദ്യാർത്ഥി സംഘടനകളും മറ്റുമായി ചർച്ച ചെയ്ത ശേഷം അവരുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രമായിരിക്കും ഇതിൽ എത്രത്തോളം രൂപ വർദ്ധിപ്പിക്കണം എന്ന തരത്തിലുള്ള ചർച്ചകളും അതായത് തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ള രീതിയിലാണ് മന്ത്രി നമ്മോട് പ്രതികരിച്ചത്. അതായത് ഈ ഒരു വർധനവ് ഉണ്ടാവാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. മാത്രമല്ല, വിദ്യാർത്ഥി സംഘടനകളുമായി ഈ സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കും. ഈ ഒരു ബസ് ഉടമകൾ നേരിടുന്ന സാമ്പത്തിക നഷ്ടവും മറ്റുമെല്ലാം. അതായത് ഈ പ്രൈവറ്റ് സ്കൂളുകളിൽ, അതായത് മറ്റു സ്കൂൾ ബസ്സുകളിൽ ഉയർന്ന തുക നൽകിക്കൊണ്ട് കുട്ടികളെ വിടുന്നതിന് ഒപ്പം തന്നെ വിടുന്നുണ്ടല്ലോ, അതിന് അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ സ്വകാര്യ ബസ്സുകൾ എന്തുകൊണ്ട് ചെറിയ രീതിയിൽ വർധനവ് ഉണ്ടായിക്കൂടാ എന്ന തരത്തിലൊക്കെ ആയിരുന്നു ഈ ബസ് ഉടമകൾ മുന്നോട്ട് വെച്ച ന്യായം. അത്തരത്തിൽ നോക്കുമ്പോൾ ഇതൊരു ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് മന്ത്രി പറയുന്ന ഒരു കാര്യം. അതിനൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, അതായത് 140 കിലോമീറ്ററിൽ ഉപരിയുള്ള പെർമിറ്റുകൾ നൽകുന്ന കാര്യത്തിലടക്കം ഈ മുഖ്യമന്ത്രിയെയും മറ്റുമായി ചർച്ച ചെയ്തതിനു ശേഷം ഒരു പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനം എടുക്കുമെന്നാണ് മന്ത്രി അറിഞ്ഞത്. അല്ലാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ധാരണയിലേക്ക് എത്തി. അതായത് ഈ പോലീസ് വെരിഫിക്കേഷൻ നൽകുന്നത്, അതായത് ഈ ബസ് ഡ്രൈവർക്കും കണ്ടക്ടറും എല്ലാം പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിരുന്നു. അത്തരത്തിലുള്ള നടപടി ഏകദേശം എല്ലാ ബസ് ഉടമകളുടെ സംഘടനകളും അംഗീകരിച്ചു എന്നാണ് പറഞ്ഞത്. ചിലർ അതിൽ ഈ ഒരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരുമായി കൂടുതൽ ചർച്ച നടത്തുമെന്നാണ് മന്ത്രി നമ്മോട് പ്രതികരിച്ചത്. ശരി സാരംഗ്, എന്തായാലും പണിമുടക്ക് പിൻവലിച്ചിരിക്കുകയാണ്. ചർച്ചകൾ ഇനിയും ഉണ്ടാകുമെന്നാണ് അതിനുശേഷം ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ പ്രതികരിച്ചത്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പത്തെ ജനങ്ങൾക്ക് ഭൂമിയിന്മേലുള്ള റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുനമ്പം സമരസമിതി കളക്ടറേറ്റിന് മുന്നിൽ ധർണയും റാലിയും സംഘടിപ്പിച്ചു. CN രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. വിവിധ സമുദായങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന മുനമ്പം ജനതയ്ക്ക് നീതി ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടാണ് മുനമ്പം സമരസമിതിയുടെ നേതൃത്വത്തിൽ കാക്കനാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. മുനമ്പത്ത് നിരാഹാര സമരം 277 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ നിഷ്ക്രിയത്വം പാലിക്കുന്നത് അനുവദിക്കാനാകില്ലെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് പറഞ്ഞു. 277 ദിവസങ്ങളായി
ഞങ്ങൾ മുനമ്പം കടപ്പുറത്ത് കടൽ തീരത്ത് ഉള്ള വേളാങ്കണ്ണി മാതാ ഇടവകയിൽ നിരാഹാര സമരം ആരംഭിച്ചിട്ട് കഴിഞ്ഞ വർഷം 2024 ഒക്ടോബർ 13-ാം തീയതിയാണ് ഞങ്ങൾ നിരാഹാര സമരം ആരംഭിച്ചത്. 2022 ജനുവരി മുതൽ ഞങ്ങൾ ഈ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ്. മുനമ്പത്തെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചിരുന്നെങ്കിലും കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുനമ്പം ജനതയെ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണമെന്നും ജോസഫ് ജൂഡ് ആവശ്യപ്പെട്ടു. ജുഡീഷ്യൽ കമ്മീഷൻ 3 മാസങ്ങൾക്കുള്ളിൽ അവരുടെ റിപ്പോർട്ട് നൽകുമെന്നും അതനുസരിച്ച് ഗവൺമെന്റ് തീരുമാനമെടുക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ കാലതാമസത്തോടുകൂടി കോടതിയിലെ നിബന്ധനകളോടുകൂടി അവസാനം അവർ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ ഇപ്പോൾ ഗവൺമെന്റ് അതനുസരിച്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ അനുവാദത്തോടുകൂടി നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ തോമസ് തറയിലും രൂപതകളിലെ അൽമായ നേതാക്കളും മറ്റ് സമുദായ നേതാക്കളും ഉൾപ്പെടെ പങ്കെടുത്തു. ധർണയ്ക്ക് മുന്നോടിയായി മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്ന് കളക്ടറേറ്റിന്റെ തെക്കേ ഗേറ്റിലേക്ക് നടന്ന റാലിയിലും നിരവധി പേർ പങ്കെടുത്തു. മുനമ്പത്തെ 610 കുടുംബങ്ങളുടെ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി മുനമ്പം സമരസമിതി നിരാഹാര സമരം തുടങ്ങിയിട്ട് 277 ദിവസം കഴിഞ്ഞു. ന്യൂസ് 18 കൊച്ചി. ആലുവയിൽ സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനം. യൂത്ത് കോൺഗ്രസ് നേതാവാണ് 73-കാരനായ സെക്യൂരിറ്റിയെ മർദ്ദിച്ചത്. യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ ജില്ലാ കോർഡിനേറ്റർ KB നിജാസിനെതിരെയാണ് പരാതി. കോതമംഗലത്ത് വീടിന്റെ ജനൽ ചില്ലുകൾ തകർക്കുകയും മോട്ടോർ സൈക്കിൾ കത്തിക്കുകയും വീട്ടുകാരെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ആൾ പിടിയിൽ. പോലീസിൽ പരാതി നൽകിയ വിരോധത്തിൽ ആക്രമണം നടത്തിയ മോൻസി വർഗീസിനെയാണ് അറസ്റ്റ് ചെയ്തത്. കടാതി സ്വദേശിയുടെ വീടിന് നേർക്കാണ് ആക്രമണം നടത്തിയത്. ഇരുചക്ര വാഹനം കനാലിൽ തള്ളിയിട്ടതിന് പോലീസിൽ പരാതി കൊടുത്തതിലുള്ള വിരോധമാണ് കാരണം. പ്രതിയെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കി. മലപ്പുറം കുറ്റിപ്പുറം അമാന ആശുപത്രിയിലെ ജീവനക്കാരി അമീനയുടെ മരണത്തിൽ പ്രതിഷേധം. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കുറ്റിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. കണ്ണൂർ പാലക്കോട് എട്ടിക്കുളത്ത് മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ടു. മണൽത്തിട്ടയിൽ ഇടിച്ചായിരുന്നു അപകടം. ബോട്ടിലുണ്ടായിരുന്ന 18 തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. രാവിലെ 8:45 അപകടം. എട്ടിക്കുളം സ്വദേശിയുടെ അൽമിന എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെയും എട്ടിക്കുളം കടലിൽ ബോട്ട് അപകടത്തിൽപ്പെട്ടിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അനധികൃത നിയമനത്തിനെതിരെയും അഴിമതിക്കെതിരെയും യുവമോർച്ച നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. ബാരിക്കേഡ് മറികടന്ന് കോർപ്പറേഷൻ കെട്ടിടത്തിനകത്തേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. BJP കൗൺസിലർമാർ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ഓഫീസിന് മുന്നിൽ ഉപരോധ പ്രതിഷേധം നടത്തി.
കൊച്ചി പ്രളയ ഫണ്ട് തട്ടിപ്പിൽ മുഖ്യപ്രതി വിഷ്ണുപ്രസാദിനെ പിരിച്ചുവിട്ടു. എറണാകുളം കളക്ടറേറ്റിലെ സെക്ഷൻ ക്ലാർക്കായിരുന്നു വിഷ്ണുപ്രസാദ്. ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. 2018 പ്രളയബാധിതർക്ക് അനുവദിച്ച നഷ്ടപരിഹാര തുകയിൽ 3/4 കോടി രൂപ ഇയാൾ തട്ടിയെടുക്കുകയായിരുന്നു. കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിലേക്ക് ഓരുജലം കടക്കാതിരിക്കാൻ ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകൾ അടച്ചിട്ടും KMML മണൽ നീക്കം നടത്തുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. ഉപ്പുവെള്ളം കുട്ടനാട്ടിലേക്ക് ഒഴുകാതിരിക്കാൻ പൊഴിമുഖം അടയ്ക്കേണ്ടതിന് പകരം കടലിൽ നിന്നുൾപ്പെടെ ഇന്നലെയും കരിമണൽ ഖനനം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ആഴം കൂട്ടൽ പ്രക്രിയ ആവശ്യമില്ലാത്ത ഈ സമയത്ത് 100 കണക്കിന് ലോറികളാണ് തോട്ടപ്പള്ളിയിൽ നിന്ന് KMMLലേക്ക് കരിമണലുമായി ദിവസേന പോകുന്നതെന്ന് പരിസരവാസികളും സ്ഥിരീകരിക്കുന്നു. ഓരുവെള്ള ഭീഷണി അതിശക്തമാണെന്ന് കുട്ടനാട്ടിലെ കർഷകർ ജില്ലാ ഭരണകൂടത്തിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തോട്ടപ്പള്ളി സ്പിൽവേയുടെ 36 ഷട്ടറുകൾ അടച്ചത്. അവശേഷിക്കുന്ന 4 ഷട്ടറുകളിൽ 3 പ്രവർത്തനരഹിതവും 1 ഷട്ടർ തന്നെ ഇല്ലാത്ത അവസ്ഥയിലുമാണ്. വേലിയേറ്റ സമയത്ത് ഓരുജലം ഷട്ടറുകൾ വഴി പാടശേഖരങ്ങളിൽ എത്തുന്നുവെന്ന പരാതി ഉയർന്നതിനെ തുടർന്ന് കളക്ടർ, ജലവിഭവ വകുപ്പ്, മെക്കാനിക്കൽ വിഭാഗം എന്നിവർ ചേർന്നുള്ള സംയുക്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഷട്ടറുകൾ അടച്ചത്. മാത്രമല്ല, കാലവർഷം ശക്തമാണെങ്കിലും സ്പിൽവേ വഴി പുറന്തള്ളപ്പെടുന്ന ജലത്തിന്റെ അളവ് വളരെ കുറവാണെന്നാണ് വിലയിരുത്തൽ. മറിച്ച് കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം ഒഴുകിക്കയറുകയും ചെയ്യുന്നു. പൊഴിയുടെ ആഴം കൂട്ടലിന്റെ മറവിൽ ഖനനം മാത്രമാണ് നടക്കുന്നതെന്ന് ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിലാണ് സ്പിൽവേ അടച്ച പശ്ചാത്തലത്തിലും കടലിലേക്കിറങ്ങിയുള്ള മണലെടുപ്പ് KMML ആരംഭിച്ചിരിക്കുന്നത്. അതീവ പരിസ്ഥിതിലോല പ്രദേശത്താണ് JCBകൾ ഉപയോഗിച്ചുള്ള സീവാഷിംഗ് നടക്കുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവകരം. കടലിൽ നിന്നും മണലെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭ്യമായി. കുട്ടനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് ഇവിടെ കുടിയേറിയ IREL KMML കമ്പനികള് ഇവിടെ ഈ പൊഴിമുഖത്ത് നിന്നും കടലിൽ ഇറങ്ങി, ഇപ്പം ചാകര ആയതുകൊണ്ട് കടലിൽ ഇറങ്ങി സീ വാഷിംഗ് നടത്തുകയാണ്. അവര് ക്രമാതീതമായി മണൽ വാരുകയാണ്. നമ്മുടെ തീരം, പാനൂർക്കര, തൃക്കുന്നപ്പുഴ, അതുപോലെ തന്നെ ആറാട്ടുപുഴ പഞ്ചായത്ത്, പുറക്കാട് പഞ്ചായത്തിന്റെ തീരമേഖല, പുന്നപ്പുറ, അമ്പലപ്പുഴ പഞ്ചായത്തിന്റെ തീരമേഖല അപ്പാടെ തകർന്നു. ഒരു പാരിസ്ഥിതിക ആഘാത പഠനവും നടത്താതെ ഒരു പ്രദേശത്ത് JCBയും കൊണ്ടുവന്ന് ലോറിയും കൊണ്ടുവന്ന് മണൽ ലോകത്ത് എവിടെയെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ തോട്ടപ്പള്ളിയിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം മണലെടുപ്പ് വർദ്ധിച്ചതിനെ തുടർന്ന് കുട്ടനാട്ടിൽ ഉപ്പുജലം കയറി വ്യാപക കൃഷിനാശം ഉണ്ടായിരുന്നു. തുടർന്ന് മണ്ണെടുത്ത് പൊഴിമുഖം അടക്കേണ്ടതായി വന്നു. കടൽ ഖനനത്തിനെതിരെ പ്രതിഷേധം ഇടതുപക്ഷം ഉയർത്തുമ്പോഴാണ് സീവാഷിംഗിന് സമാനമായ പ്രവൃത്തി തോട്ടപ്പള്ളിയിൽ നടക്കുന്നത്. ഇതൊരു വലിയ ദുരന്തമാണ്. ഈ ദുരന്തം ആലപ്പുഴയെ മാത്രമല്ല നമ്മുടെ സമീപ ജില്ലകൾക്ക് കൂടെ ക്ഷതമുണ്ടാക്കുന്ന തരത്തിലാണ് നടക്കുന്നത്. ഇവിടുന്ന് കൊണ്ടുപോകുന്ന കരിമണലിന് കണക്കില്ല. എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് ആർക്കും അറിയത്തില്ല. കുറെയൊക്കെ അവരുടെ കമ്പനികളിൽ പോകും, കുറെയൊക്കെ പ്രൈവറ്റ് കമ്പനികളിലേക്കും ഇവര് രാത്രി കടത്തുന്നുണ്ട്. വൈകിട്ട് 5 മണി കഴിഞ്ഞാൽ തോട്ടപ്പള്ളിയിൽ നിന്ന് പരിശോധനകൾ പോലും ഇല്ലാതെയാണ് കരാറുകാർ ലോറികളിൽ മണൽ നീക്കം നടത്തുന്നെന്ന ആരോപണവുമുണ്ട്. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് കരകയറ്റാനാണ് തോട്ടപ്പള്ളി പൊഴിയിലെ മണൽ നീക്കമെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന സർക്കാർ ഇപ്പോൾ മണൽ നീക്കത്തിന്റെ പ്രത്യാഘാതമായി കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനില്ലാത്തതിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. നഴ്സിംഗ് കൌൺസിലിന്റെ അംഗീകാരമില്ലാതെയാണ് കോളേജ് പ്രവർത്തിക്കുന്നതെന്നും ആരോപണമുണ്ട്. നിരവധി സമരങ്ങൾ നടത്തിയിട്ടും പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുകയോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. ഇതിനെതിരെയാണ് രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾക്കൊപ്പം സമരരംഗത്തെത്തിയത്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് കോളേജിൽ പഠന സൗകര്യമില്ലാത്തതും നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ലാത്തതുമാണ് നഴ്സിംഗ് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ ഭാവിയിലേക്ക് വേണ്ടി ഒരുപാട് കുന്നോളം പ്രതീക്ഷയായിട്ടായി കുട്ടികളെ വിട്ടത്. ഇതെല്ലാം ഇപ്പം ഞങ്ങളെല്ലാം അത് പ്രതീക്ഷകളെല്ലാം തരിപ്പണമായി പോയി. അതായത് ഒരു മന്ത്രി കാണിച്ച പണിയായി. മുമ്പ് വിദ്യാർത്ഥികൾ നടത്തിയ സമരങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും കോളേജ് അധികൃതരും ഉറപ്പു നൽകിയിരുന്നു. പക്ഷേ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 4 വർഷമാണ് ഈ നഴ്സിംഗ് ഒരു കുട്ടി പഠിക്കുന്നത്, 4 വർഷമാണ്.
ഈ 5ാം ബാച്ച് എന്ന് പറയുമ്പോൾ ആദ്യത്തെ അഡ്മിഷൻ എടുത്ത കുട്ടി 4 വർഷം കഴിയുമ്പോൾ കോഴ്സ് ഔട്ടാവും. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഈ 5 നഴ്സിംഗ് കോളേജുകൾ, തിരുവനന്തപുരത്ത് അനക്സ് ഉൾപ്പെടെയുള്ള കോളേജുകളിലെ 400 കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കും. ഇപ്പോഴും മന്ത്രി പറയുന്നത് INC-യുടെ അംഗീകാരം വേണ്ട, അങ്ങനെ സുപ്രീം കോടതി വിധിയുണ്ടെന്നാണ്. എന്നാൽ PTA മീറ്റിങ്ങിൽ ഞങ്ങളുടെ പ്രിൻസിപ്പൾ പറയുന്നത് 1 ലക്ഷം രൂപ കഴിഞ്ഞ മാസം INC-ക്ക് ഇൻസ്പെക്ഷന് വേണ്ടി അടച്ചു എന്നാണ്. അപ്പം മന്ത്രി പച്ചക്കള്ളം പറഞ്ഞ് ഞങ്ങളെയൊക്കെ വഞ്ചിക്കുകയാണ്, പറ്റിക്കുകയാണ്. ഹോസ്റ്റൽ സൗകര്യവും ബസ് സൗകര്യവും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി കഴിഞ്ഞ ദിവസം KSU പ്രവർത്തകരും നഴ്സിംഗ് കോളേജിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് 18 പത്തനംതിട്ട. ഭിക്ഷാടനവും ബാലവേലയും നിരോധിച്ച സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും അധികാരികളുടെ കൺമുന്നിൽ പട്ടാപ്പകൽ പോലും കുട്ടികളെ ഉപയോഗിച്ചുള്ള ഭിക്ഷാടനം നിർബാധം തുടരുകയാണ്. തിരുവനന്തപുരം നഗരത്തിലെ ട്രാഫിക് സിഗ്നലുകൾ കേന്ദ്രീകരിച്ചാണ് ഇതര സംസ്ഥാനക്കാർ കൈക്കുഞ്ഞുങ്ങളുമായുള്ള അപകടകരമായ ഭിക്ഷാടനം തുടരുന്നത്. തിരുവനന്തപുരം ചാക്ക ട്രാഫിക് സിഗ്നലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിവ. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ പൊരിവെയിലും പെരുമഴയിലും കുട്ടികളെയും കൊണ്ട് ഭിക്ഷാടനം നടത്തുകയാണ് ഈ സ്ത്രീകൾ. കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ സഹായിക്കണമെന്നാണ് അഭ്യർത്ഥന. സിഗ്നലിൽ നിർത്തുന്ന എല്ലാ വാഹനങ്ങളുടെയും അടുത്തെത്തും. ഗ്ലാസ് ഡോറുകൾ തട്ടി ഭിക്ഷയാചിക്കും. കുറച്ചുകൂടി മുതിർന്ന കുട്ടികളെ ഉപയോഗിച്ചും ഭിക്ഷാടനമുണ്ട്. കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭിക്ഷാടനം സംസ്ഥാനത്ത് നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ്. ബാലനീതി നിയമം സെക്ഷൻ 75, 76 എന്നിവ പ്രകാരം ബാലഭിക്ഷാടനം ശിക്ഷാർഹവുമാണ്. ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയാണ് നഗരത്തിലെ ഭിക്ഷാടനം. ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണ് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്നത്. ഇവർ എവിടെ നിന്ന് വരുന്നെന്നോ ആരാണ് ഇവരുടെ പിന്നിലെന്നോ കൃത്യമായി വിവരമില്ല. ശിശുക്ഷേമ വകുപ്പും പോലീസും ചേർന്ന് ഇവരെ ഇവിടെ നിന്നും മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. അതേസമയത്തിൽ ബാലഭിക്ഷാടനത്തിൽ നടപടിയെടുക്കുമെന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ന്യൂസ് 18 വാർത്തയെ തുടർന്നായിരുന്നു പ്രതികരണം. ഇതിനകത്ത് ഇപ്പോ ന്യൂസ് 18 കാണിച്ച വലിയ ഇടപെടലുണ്ട്. ആ ഇടപെടൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. പലപ്പോഴും ഇത് ശ്രദ്ധയിൽ വരുമ്പോൾ, പലപ്പോഴും യാത്രകളിലൊക്കെ ഇത് ശ്രദ്ധയിൽ വരുമ്പോൾ അപ്പൊ തന്നെ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള വിവിധ സംവിധാനമുണ്ട്. ആ സംവിധാനങ്ങൾ മുഖാന്തരം ഇടപെടാറുണ്ട്. നിങ്ങൾ സർക്കാർ വാഹനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത്തരം ആളുകൾ ഒഴിഞ്ഞു മാറുന്ന ഒരു രീതി പ്രവണതയുണ്ട്. ഇപ്പോ ഈ ഘട്ടത്തിൽ തന്നെ അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ പേട്ട ജംഗ്ഷനിൽ ഇപ്പൊ തന്നെ ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഉണ്ടാക്കും. അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഇപ്പൊ തന്നെ നടത്താവുന്നതാണ് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരോട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നെടുമ്പാശ്ശേരി ലഹരിക്കടത്ത് കേസിൽ ബ്രസീലിയൻ ദമ്പതികളുടെ ജീവൻ പണയം വെച്ചുള്ള യാത്ര 3 ലക്ഷത്തിന്റെ കമ്മീഷന് വേണ്ടിയെന്ന് DRI കണ്ടെത്തി. ലഹരിക്കടത്ത് സംഘം വാഗ്ദാനം ചെയ്തിരുന്നത് 1.5 ലക്ഷം രൂപയാണ്. ലഹരി കൈമാറേണ്ട ആളിന്റെ വിവരങ്ങൾ ബ്രസീലിലെ സംഘം നൽകിയില്ലെന്നും പ്രതികൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ബ്രസീലിയൻ ദമ്പതികളായ ലൂക്കാസിന്റെയും ബ്രൂണോയുടെയും വയറ്റിൽ നിന്നും പുറത്തെടുത്തത് 1.67 കിലോ കൊക്കെയിനാണ്. ഇവർ വിഴുങ്ങിയ 163 ഗുളികകളും പുറത്തെടുത്തു. വിപണിയിൽ 16 കോടി രൂപ വില വരുമെന്നാണ് DRI ഉദ്യോഗസ്ഥർ പറയുന്നത്. ജീവൻ പോലും പണയം വെച്ചുള്ള ഇവരുടെ യാത്രയ്ക്ക് 3 ലക്ഷം രൂപയാണ് കമ്മീഷനായി ലഭിക്കുന്നത്. ലഹരിക്കടത്ത് സംഘം ആൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് 1.5 ലക്ഷം രൂപ. ലഹരി കൈമാറേണ്ട ആളിന്റെ വിവരങ്ങൾ നൽകിയിട്ടില്ലെന്നാണ് പ്രതികൾ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. തിരുവനന്തപുരത്തെ ഹോട്ടലിലെത്തിയ ശേഷം വാട്സപ്പിൽ ബന്ധപ്പെടാനായിരുന്നു നിർദ്ദേശം. കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം ആവശ്യമെങ്കിൽ ദമ്പതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് പ്രതികൾ പിടിയിലായത്. തുടർന്ന് അങ്കമാലിയിലെ ആശുപത്രിയിലായിരുന്നു ഇരുവരും. 3 ദിവസമെടുത്താണ് മുഴുവൻ ഗുളികകളും പുറത്തെടുത്തത്. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൊല്ലം അഞ്ചലിൽ യുവാവിന്റെ ഇടപെടൽ ദുരന്തം ഒഴിവാക്കി. തീപിടിച്ച KSRTC ബസ്സിലെ യാത്രക്കാരെയാണ് അനസ്റ്റിൻ രക്ഷിച്ചത്. സമീപത്തെ പറമ്പിൽ നിന്ന് ഫയർ
എക്സിക്യൂഷൻ ഉപയോഗിച്ചാണ് തീ അണച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് മുണ്ടക്കയത്തേക്ക് പോവുകയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിനാണ് തീപിടിച്ചത്. അഞ്ചൽ ചന്തമുക്കിന് സമീപമെത്തിയപ്പോൾ ബസ്സിൽ നിന്ന് ഡീസൽ ചോർന്ന് തീ ആളിക്കത്തുകയായിരുന്നു. ബൈക്കിൽ കുടുംബത്തോടൊപ്പം പോവുകയായിരുന്ന കഫറ്റീരിയ ഉടമ അനസ്റ്റിൻ സമീപത്തെ ഇന്ധന പമ്പിൽ നിന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് തീ അണച്ചു. ഞങ്ങളിങ്ങനെ വന്നപ്പോഴത്തേക്കും ബൈക്കിൽ ഞാനും വൈഫും കൂടെ വരുമായിരുന്നു. അപ്പം ഇതിൻ്റെ ഡീസൽ ചോരുന്നതായിട്ട് കണ്ട് അങ്ങനെ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പിന്നെ കണ്ടക്ടറോട് കാര്യം പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് ഇതുവഴി ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് വണ്ടിയുടെ ഫ്രണ്ട് ചെന്നപ്പോൾ കാണാൻ ചെറിയ രീതിയിൽ പുകയും റേഡിയേറ്ററിൻ്റെ അവിടെ നിന്ന് നല്ല തീയുണ്ട്. അപ്പം തന്നെ ഓടി ചെന്ന് നമ്മൾ പോയി പിന്നെ പമ്പിൽ നിന്ന് മറ്റേ ഫയർ എടുത്തുകൊണ്ട് വന്ന് അടിച്ച് തീ അടച്ചിട്ടുണ്ട്. സമയത്ത് ഇടപെട്ടുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായല്ലേ? അങ്ങനെ പറയാം. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തുന്നതിന് മുൻപേ അനസ്റ്റിൻ തീയണച്ചത് യാത്രക്കാർക്ക് ആശ്വാസമായി. ഡീസൽ ലീക്കായി ഇപ്പോഴും അറിയുന്നത്. അങ്ങനെ തീ നിലത്ത് വീണു, നിലത്തിന് കൊണ്ടുവന്ന് മുകളിലേക്ക് ഒരു തീ തന്നെ അണച്ചു. ആളപായങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, സഹോദരൻ വന്ന് അണച്ചു വന്നു. ഞങ്ങൾ വെള്ളം ഒഴിച്ചു. എവിടെ നിന്ന് വണ്ടിയാ? തിരുവനന്തപുരത്ത് മുടക്കാൻ പോകുന്ന വണ്ടിയാണ്. ബസ്സിലെ യാത്രക്കാരെ മറ്റ് വാഹനങ്ങളിൽ കയറ്റി അയച്ചു. തീപിടുത്തത്തെ തുടർന്ന് അഞ്ചൽ പുനലൂർ പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. ന്യൂസ് 18 പുനലൂർ. തിരുവനന്തപുരത്ത് വൈദ്യുതാഘാതമേറ്റ കുട്ടിക്കുരങ്ങനെ രക്ഷിച്ച വനപാലകൻ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നു. പാലോട് റേഞ്ചിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ അരുൺ PR ആണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഒരു കുട്ടിക്കുരങ്ങനെ രക്ഷിക്കാനായതിന്റെ സംതൃപ്തിയിലാണ് പാലോട് റേഞ്ചിലെ ബീറ്റ് ഓഫീസർ അരുൺ PR. വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലെ പ്രവേശന കവാടമായ ഗോൾഡൻ വാലി ചെക്ക് പോസ്റ്റിന് സമീപമാണ് സംഭവം. അവിടെ ഡ്യൂട്ടിയിലായിരുന്നു അരുൺ. അപ്പോഴാണ് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കുട്ടിക്കുരങ്ങൻ നിലത്ത് വീണത്. മരത്തിന് മുകളിലിരുന്ന് കുരങ്ങന്മാർ കടിപിടി കൂടുന്നതിനിടയിലാണ് കുട്ടിക്കുരങ്ങൻ അപകടത്തിൽപ്പെട്ടത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉദ്യോഗസ്ഥൻ കുട്ടിക്കുരങ്ങനെ കയ്യിലെടുത്ത് CPR നൽകി. പ്രാഥമിക ശുശ്രൂഷ നൽകി കുട്ടിക്കുരങ്ങൻ പൂർണ്ണമായി ആരോഗ്യവാനായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ വനത്തിലേക്ക് വിട്ടയച്ചു. ആവാസ വ്യവസ്ഥയിലേക്ക് വിട്ടപ്പോൾ പാഞ്ഞെത്തിയ അമ്മക്കുരങ്ങ് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അരുണിനോടുള്ള നന്ദി നോട്ടത്തിലൂടെ നൽകാനും അമ്മയും കുഞ്ഞും മറന്നതുമില്ല. ന്യൂസ് 18 പൊന്മുടി. ഇനി കൊച്ചിയുടെ രാത്രി സൗന്ദര്യം ഓപ്പൺ ഡബിൾ ഡെക്കറിൽ ആസ്വദിക്കാം. യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് കൊച്ചി ചുറ്റിക്കറങ്ങാൻ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ഒരുക്കിയിരിക്കുകയാണ് KSRTC. വ്യവസായ മന്ത്രി P. രാജീവ് ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊച്ചിയുടെ രാത്രി സൗന്ദര്യം ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്ത് ആസ്വദിക്കാം. തിരുവനന്തപുരം, മൂന്നാർ എന്നിവിടങ്ങളിൽ KSRTC ആരംഭിച്ച ഡബിൾ ഡെക്കർ സർവീസുകളുടെ മാതൃകയിലാണ് കൊച്ചിയിലും ഡബിൾ ഡെക്കർ എത്തിച്ചിരിക്കുന്നത്. ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരക്കാഴ്ചകൾ എന്ന പേരിൽ ആരംഭിച്ച 2 ഓപ്പൺ ഡബിൾ ഡെക്കർ സർവീസുകൾ ഏറെ ജനപ്രീതി നേടിയതിനെ തുടർന്നാണ് കൊച്ചിയിലും ഓപ്പൺ ബസ് സവാരി ഒരുക്കിയിരിക്കുന്നത്. വ്യവസായ മന്ത്രി P. രാജീവ് ബസ് സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിവേഗത്തിൽ വികസിക്കുന്ന കൊച്ചിയുടെ ടൂറിസത്തിന് ഈ ബസ് കുറെ കൂടി സഹായകരമാകും. ആഭ്യന്തര ടൂറിസം കേരളത്തിനകത്തും ഇന്ന് കൊച്ചിയിലേക്ക് വരുന്നവർക്ക് തന്നെ ഈ സ്ഥലങ്ങളാകെ പരിചിതമാകുന്നതിന് ഈ ടൂറിസം സഹായകരമാകും. അതിന് മുൻകൈയെടുത്ത KSRTC ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് വൈകിട്ട് 5 മണിക്ക് പുറപ്പെട്ട് തേവര, COPT, അവന്യൂ വാക്വേ, മറൈൻ ഡ്രൈവ്, കാളമുക്ക്, വല്ലാർപാടം ചർച്ച്, ഹൈക്കോർട്ട് വഴി വൈകിട്ട് 7:40 എറണാകുളത്ത് തിരിച്ചെത്തുന്ന വിധമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. മുകളിലത്തെ ഡെക്കിൽ ആളൊന്നിന് 300 രൂപയും താഴത്തെ ഡെക്കിൽ 150 രൂപയുമാണ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. എറണാകുളം സ്റ്റാൻഡിൽ നിന്നും 5 മണിക്കാണ് ഈ ട്രിപ്പ് ആരംഭിക്കുന്നത്. അവിടെ നിന്നും ജോസ് ജംഗ്ഷൻ വഴി തേവരെ വന്ന് BOT പാലം ടച്ച് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും മഹാരാജാസ് കോളേജിൻ്റെ ഫ്രണ്ടിലൂടെ മറൈൻ ഡ്രൈവ് കവർ ചെയ്ത് നമ്മൾ ഹൈക്കോടതി ജംഗ്ഷനിലെത്തി ഗോശ്രീ പാലം കടന്ന് നമ്മൾ കാളമുക്കിൽ എത്തി തിരിച്ച്
വീണ്ടും ഹൈക്കോടതിയിലെത്തി നമ്മൾ MG റോഡ് വഴി സ്റ്റാൻഡിലേക്ക് എത്തുന്ന വിധത്തിലാണ് ഈ ട്രിപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. മുകളിൽ 39 സീറ്റും താഴെ 24 സീറ്റുമാണ് ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ആകെ 63 സീറ്റുകളാണ് ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ ഉള്ളത്. TJ വിനോദ് MLA, ഹൈബിയുടെ MP, KJ മാക്സി MLA, കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് M അൽകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്തെയും മൂന്നാറിലെയും പോലെ കൊച്ചിക്കും ഡബിൾ ഡെക്കർ ബസ് സ്വന്തമായിരിക്കുകയാണ്. ഇനി കൊച്ചിയുടെ രാത്രികാല സൗന്ദര്യം ഇതിലൂടെ ആസ്വദിക്കാം. യാത്ര ഇഷ്ടപ്പെടുന്നവർക്കായി വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയാണ് സർവീസ് ഒരുക്കിയിരിക്കുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു. തുടർന്ന് 18ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നു. കർക്കിടക മാസം 1-ാം തീയതിയായ നാളെ രാവിലെ 5 മണിക്കാണ് ദർശനത്തിനായി നട തുറക്കുക. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jeweler. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9100 രൂപ, പവന് 72,800 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7,500, പവന് 60,000. വെള്ളി ഗ്രാമിന് 122, കിലോയ്ക്ക് 1,22,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jeweler. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.